ചില ഭാരങ്ങൾ, ചില പ്രതിസന്ധികൾ, ചില വിഷമകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ആ അനുഭവത്തെ തരണം ചെയ്യുവാൻ, ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം 137 സങ്കീർത്തനമാണ്. ബാബേൽ പ്രവാസത്തിന്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ ദേശസ്നേഹിയായ, രാജ്യസ്നേഹിയായ ഒരു സങ്കീർത്തനക്കാരൻ പാടിയ പാട്ടാണ് 137 സങ്കീർത്തനം. എൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നു: ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. താഴോട്ടുള്ള വേദഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവർക്ക് ആനന്ദകരമായ ഒരു സാഹചര്യമല്ല. സ്വയം വേദനകളും നിന്ദകളും പരിഹാസങ്ങളൊക്കെ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അവർ പറയുന്നത്, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. അവർ ഇന്നലെ വരെ അനുഭവിച്ച ആ സന്തോഷം അവർ നന്ദിയോടെ ഒന്ന് ഓർക്കുക. ഇപ്പോൾ അവർ പ്രവാസത്തിലാണ്, അവർക്ക് ഭാരം സ്വന്തമായിട്ടുണ്ട്, അവർക്ക് ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് സങ്കടമുണ്ട്. പക്ഷേ അവരെ ആ സങ്കടത്തിൽ നിർത്തുന്നത് ഇന്നലെ വരെ അവർ അനുഭവിച്ച ഒരു ദൈവകൃപ, ഇന്നലെ വരെ അവർ അനുഭവിച്ച ഒരു ദൈവിക ബലം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ദൈവം നമ്മളെ ചില സമയങ്ങളിൽ നിർത്തുന്നത് ഇന്നലെ വരെ നമ്മളെ നടത്തിയ ഒരു ദൈവകൃപയുടെ മുകളിലാണ്. ചില ഭാരങ്ങൾ, ചില പ്രതിസന്ധികൾ, ചില വിഷമകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ആ അനുഭവത്തെ തരണം ചെയ്യുവാൻ ദൈവം കൃപ നൽകുന്നത് ഇന്നലെ ദൈവം നമ്മളെ എങ്ങനെ നടത്തി എന്ന് നാം ഒന്ന് ഓർക്കുമ്പോൾ, ഇന്നലെ ദൈവം നമ്മളെ എങ്ങനെ കൊണ്ടുവന്നു എന്ന് ഓർക്കുമ്പോൾ, ദൈവം അതിനകത്ത് ദൈവത്തിന്റെ ബലത്തെ നമ്മളിലേക്ക് പകരുവാനിടയാകും. ഇവിടെ പറയുക, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. അവരുടെ മനസ്സ് ഇന്നലെ വരെ അനുഭവിച്ച ആ ദൈവിക ബലത്തെ ഓർത്ത് നന്ദി കൊണ്ടാണ് അവർ കരയുന്നത്. നന്ദി. തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർക്ക് ആരാധിക്കാനോ സ്തുതിക്കാനോ പറ്റിയ ഒരു സാഹചര്യത്തിലല്ല അവർ നിൽക്കുന്നത്. അവരുടെ ശത്രുക്കൾ, അവരെ പീഡനത്തിനായി കൊണ്ടുപോയവർ അവരെ പരിഹസിച്ചുകൊണ്ട് നിങ്ങളൊന്ന് ആരാധിക്കുക, നിങ്ങളൊന്ന് സ്തുതിക്കുക, ഞങ്ങളൊന്ന് കേൾക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് അവർ പിടിച്ചു നിൽക്കുന്നത് ഇന്നലെ വരെ ഞങ്ങളെ നടത്തിയ സിയോൻ, ആ ദൈവ സാന്നിധ്യം, ആ ദൈവത്തിന്റെ വാസസ്ഥലത്തിൽ അവർ അനുഭവിച്ച ദൈവകൃപ അവരെ ഇന്ന് ആ പ്രതിസന്ധിയിൽ നിൽക്കുവാൻ അവർക്ക് ബലമായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, നമ്മൾ അനുഭവിക്കുന്ന ഭാരങ്ങൾ, അതിന്റെ മുകളിൽ ഒരുപക്ഷെ പ്രത്യക്ഷമായ ദൃശ്യമായ കണ്ണിൽ നമുക്ക് ഒരു മറുപടി കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ, ആമേൻ, സ്തോത്രം, ഒരു പ്രതിസന്ധിയുടെ മേൽ നമുക്ക് കയറി നിന്ന് ഒരുപക്ഷെ ആരാധിപ്പാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഒന്ന് ചിന്തിക്കുക, ഇന്നലെ വരെ എൻ്റെ ദൈവം എൻ്റെ പ്രതിസന്ധികൾ എന്നെ നടത്തിയ ദൈവമാണ്. ഇന്നലെ വരെ എൻ്റെ ദൈവം എൻ്റെ സങ്കടത്തിൽ എന്നെ നടത്തിയ ദൈവമാണ്. അവൻ എന്നെ കൈവിടാതെ, അവൻ എൻ്റെ കൂടെ എന്നെ നടത്തിയ ദൈവമാണെന്ന് ചിന്തിച്ച് നമുക്ക് ആ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കഴിയും. ഇന്നത്തെ ദിവസം ആ ദൈവത്തിന്റെ കൃപയ്ക്ക്, ഇന്നലെ വരെ നമ്മളെ നടത്തിയ ദൈവത്തെ ഓർത്ത് ഇന്ന് നമുക്ക് പ്രതിസന്ധികളുടെ മേൽ, പ്രതികൂലങ്ങളുടെ മേൽ, നമ്മുടെ രോഗത്തിന് മേൽ, ഭാരത്തിന് മേൽ, നമ്മുടെ സകല വിഷയത്തിന് മേലും ജയിക്കുവാൻ കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വിചാരങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.